തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയായിരുന്നു പെയ്യുന്നത്. ഈ വെള്ളക്കെട്ടൊക്കെ റോഡിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ആളുകൾക്കൊന്നും നടന്നു പോകാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് റോഡിലെ വെള്ളക്കെട്ട്. രാഹുൽ ജിനാഥ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രാഹുലെ, ഈ റോഡിലെ വെള്ളക്കെട്ട് അത് വലിയ പ്രശ്നമാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ രാഹുൽ മുമ്പേ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും തൊട്ടപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി, പക്ഷേ അതിന് പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ആളുകൾ ബുദ്ധിമുട്ടുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ തൊട്ടിപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നേരത്തെ നിന്നത് നമ്മുടെ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിലാണെങ്കിൽ പിന്നീട് തമ്പാനൂർ വലിയ യാത്രാ ദുരിതമാണ് എന്ന് അറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എടുക്കാനാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ഉപ്പുലാമൂട് പാലത്തിൽ നിന്ന് നമ്മുടെ ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിലേക്ക് വരുന്ന ആ വഴിയൊക്കെ നമുക്ക് സുപരിചിതമാണ്. തമ്പാനൂരിലേക്ക് എളുപ്പം കയറാൻ കഴിയുന്ന വഴിയാണ്. ആ വഴിയൊന്നും യാത്ര ചെയ്യാൻ കഴിയാത്തത്ര രീതിയിൽ മലിനജലം ഒഴുകുകയാണ്. റോഡ് സൈഡിലെ മാലിന്യങ്ങൾ, റോഡിൻ്റെ വശത്തുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഇപ്പോൾ ആ കാണുന്നത് തമ്പാനൂരിലെ ദൃശ്യങ്ങളാണ്. വലിയ തിരക്കാണ്, വാഹനങ്ങളുടെ തിരക്കുണ്ട്. ഒപ്പം വെള്ളക്കെട്ടും തമ്പാനൂരുണ്ട്. പ്രത്യേകിച്ച് SS കോവിൽ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഇന്നലത്തേക്ക് ശേഷം ആളുകൾ വന്നതെങ്കിൽ പോലും അവർക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വെള്ളക്കെട്ടിലൂടെ നടക്കണം എന്നുള്ള വലിയ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. ഇപ്പോൾ തമ്പാനൂരിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ മഴ, അതിശക്തമായ മഴ തുടരുകയാണ്. മഴയ്ക്ക് ഒരു ശമനവുമില്ല തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടും ശമിക്കില്ല. കാരണം മഴയൊന്ന് ശമിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് ഇല്ലാതാകൂ. നമ്മൾ ആ കാഴ്ച നിരന്തരം കാണുന്നതാണ്. ഇപ്പോൾ തമ്പാനൂരിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ തിരക്കുണ്ട്. ആളുകൾക്ക് ഇന്ന് പ്രവൃത്തി ദിവസമാണ്. സ്കൂളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് പോകണം. എന്നാൽ സ്കൂൾ ഉണ്ടെന്ന് കരുതി രാവിലെ ഇറങ്ങിയ കുട്ടികളെയും 1-2 പേരെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും വലിയ തിരക്കുണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡും ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഒക്കെ ആ ദൃശ്യങ്ങൾ കാണാം. ഒപ്പം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി ആളുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനമായി മഴ ശമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശങ്കയായി പറയാനുള്ളത്. കാരണം മഴ ശമിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിനൊരു ശമനം ഉണ്ടാകൂ. പക്ഷേ ആ ഒരു പ്രതീക്ഷ പോലും നമുക്ക് ഇപ്പോൾ വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നല്ല മഴ പെയ്യുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. രാത്രി എന്താണോ കണ്ടത്, മുൻപ് മഴ പെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇതിപ്പം തുടർച്ചയായിട്ട് നിർത്താതെ പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴയാണ്. പിന്നെ ഈ മഴക്കാലം വരുമ്പോഴൊക്കെ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്, അധികാരികൾക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നിട്ടും പിന്നെയും ഇതിനൊന്നും ഒരു പ്രശ്നപരിഹാരമായിട്ടില്ല എന്നത് തന്നെയാണ് വീണ്ടും ഇത് ഈ ഒരു ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിന്റെ ഒരു കാരണം അല്ലേ രാഹുൽ? അത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങൾ നമ്മൾ നേരത്തെ രാവിലെ തന്നെ പറഞ്ഞല്ലോ, മഴ പെയ്താൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിലാകുന്ന ചില പ്രദേശങ്ങൾ നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ട് ആ പ്രദേശത്ത് ഇപ്പോഴും വെള്ളം കെട്ടുന്നു എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ പ്രതിസന്ധിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിന് മാറ്റം ഉണ്ടാക്കാത്തത്? അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും ബുദ്ധിമുട്ടാണ്. ചേച്ചി രാവിലെ ബുദ്ധിമുട്ടായോ മഴ? തിരക്ക് പിടിച്ച് ഓടുന്ന ആളുകളെ നമുക്ക് കാണാം. എന്തായാലും മഴ വലിയ ബുദ്ധിമുട്ടായി എന്ന് തന്നെയാണ് എല്ലാവരും ആവർത്തിക്കുന്നത്. വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചേച്ചി മഴ വലിയ ബുദ്ധിമുട്ടായോ? വലിയ ബുദ്ധിമുട്ട് തന്നെ. അങ്ങോട്ട് പോവാ ശാസ്താന ഹോസ്പിറ്റലില്. ആണോ? അവിടെ വെള്ളക്കെട്ടാണോ? അവിടെ ഇപ്പൊ പോയാലേ എന്നെ അറിയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് എവിടുന്നാ വരുന്നേ? അല്ലേ കാരമൂട്. അവിടെ വെള്ളക്കെട്ടുണ്ടോ? അവിടെ വെള്ളക്കെട്ടില്ല. ഇവിടെ നഗരത്തിലേക്ക് വരുമ്പോഴാണോ? എന്റെ ചേച്ചിയാണ് ആശുപത്രി ഹോസ്പിറ്റൽ. ഈ കൊട കൊണ്ട് മഴയെ തടുക്കാൻ പറ്റുമോ? അല്ലാതെ എന്ത് ചെയ്യാൻ? ശരി. അപ്പൊ അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കൊടയുമായി മാത്രമാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വലിയ കനത്ത മഴയെ ചെറുക്കുക എന്നുള്ളത് കൊട കൊണ്ട് പോലും അസാധ്യമാണ്. കാരണം നമുക്ക് തന്നെ അത് വ്യക്തിപരമായി ബോധ്യപ്പെടുന്നുണ്ട്. എന്തായാലും കനത്ത മഴ തിരുവനന്തപുരം നഗരത്തിൽ തുടരുകയാണ്. ഈ മഴ ശമിച്ചാൽ മാത്രമേ വെള്ളക്കെട്ടിനും ഒപ്പം ഈ യാത്രാ ദുരിതത്തിനും പരിഹാരം ഉണ്ടാകൂ. ശരി രാഹുൽ, എന്തായാലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. തമ്പാനൂര് ഭാഗത്തൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
രാഹുൽ, ഈ മഴ തുടരുന്നുണ്ട്. കാറ്റ് വീശിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയോര മേഖലയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മരം കടപുഴകി വീഴുകയോ മതിലിടിഞ്ഞു വീഴുകയോ ഒക്കെ പത്തനംതിട്ടയിൽ അഭിലാൽ പറയുന്നുണ്ടായിരുന്നു, വീടിന്റെ അടക്കം മതിലുകൾ ഇടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ രാഹുൽ? ജയലക്ഷ്മി, ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എപ്പോഴും മഴയ്ക്കൊപ്പം ആശങ്കയാകുന്നത് വലിയ കാറ്റ് തന്നെയാണ്. ആ കാറ്റത്ത് മരം കടപുഴകി വീണ് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണ അത്തരത്തിലൊരു മഴക്കെടുതി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇതുവരെ ആശ്വാസകരമായി നമുക്ക് പറയാൻ കഴിയും. ഇതുവരെ അങ്ങനെ ഒരു മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അത് മത്സ്യബന്ധനത്തിനുൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. എങ്കിലും അത് പൂർണ്ണമായി വിലക്കിയിരുന്നില്ല. എന്നാൽ കാര്യങ്ങൾ ഇനി അങ്ങനെ നിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളെല്ലാം കാത്തു നിൽക്കുകയാണ്, ബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലേ? എങ്ങനെയുണ്ട് മഴ? എങ്ങനെയുണ്ട്? സൂപ്പർ മഴയല്ലേ? സൂപ്പർ മഴയാണ്. ഇന്നലെ രാത്രി മുതൽ ഈ സൂപ്പർ മഴയാണ്. ഈ കുട കൊണ്ട് നമുക്കിത് തടുക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? വലിയ വെള്ളക്കെട്ടാണ് നഗരത്തിലെല്ലാം. അതെ അതെ അതെ. ഈസ്റ്റോട്ട് പോകാൻ പറ്റുന്നില്ല. ഈസ്റ്റോട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, കിഴക്കേക്കോട്ടയിലേക്ക് അല്ലേ? എങ്ങനെയുണ്ട് മഴ? അടിപൊളി മഴ ആണോ? വലിയ പ്രശ്നമാണ്. കുടയൊന്നുമില്ലേ? കുടയെല്ലാം കൊണ്ട് തന്നെ വന്നു. എങ്ങോട്ട് പോവാണ്? ഞങ്ങള് ശാസ്തമംഗലം ജോലിക്ക് പോകണം. എല്ലാരും ജോലിക്ക് പോവാണ്. ജോലിക്ക് പോകണം. മഴ എന്തായാലും വലിയ പ്രശ്നമായി. എല്ലാം നനഞ്ഞു പോകുന്നു നിൽക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ പള്ളിച്ചൽ പെരിങ്ങമല അവിടെ നിന്ന് വരികയാണ്. ബസ് കിട്ടി അങ്ങോട്ട് പോകണം. വലിയ മഴയായിരിക്കുന്നത് അങ്ങോട്ട്. വലിയ മഴ തന്നെ, കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ എവിടെ നിന്നാണ്? കാഞ്ഞിരംകുളം. കുടയൊന്നുമില്ല. നനഞ്ഞില്ലേ? നനഞ്ഞു. രാവിലെ മുതൽ വലിയ മഴയാണ്. വെള്ളക്കെട്ടും പ്രശ്നമാണല്ലേ? പ്രശ്നമാണ്. പേപ്പർ മാത്രമേ ഉള്ളൂ. ഇന്നലെ മഴ പെയ്തില്ലേ? കുട എടുക്കാൻ മറന്നോ? ജോലിക്ക് പോകുന്നതല്ലേ, അപ്പൊ പിന്നെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പൊ കുട വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അതാണ്, സൈക്കിളിൽ പോകാനും ബുദ്ധിമുട്ടല്ലേ? വലിയ വെള്ളക്കെട്ട് അല്ലേ? എന്തായാലും വലിയ ആശങ്കയിലാണ് ആളുകൾ ഉള്ളത്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ കാണുന്നവരെല്ലാവരും ബസ് ലഭിച്ചാൽ മാത്രമേ. അമ്മേ, എങ്ങനെയുണ്ട് മഴ? നല്ല മഴ തന്നെ, പ്രശ്നം തന്നെ. വെള്ളക്കെട്ടും പ്രശ്നം, ബസ് കിട്ടാൻ പ്രശ്നം. ഇത്രയും ബസ് കിട്ടില്ല. ഞങ്ങൾക്ക് 7:30 ജോലി സ്ഥലത്തൊക്കെ എത്തേണ്ടതാണ്. ബസ് വൈകിയോ? ബസ് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ബസ് കുഞ്ഞോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ബസ് വരാൻ ബുദ്ധിമുട്ടാണ് കിഴക്കേക്കോട്ടയിൽ. അപ്പൊ അത് തന്നെയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത്. കാരണം ഈ ഒരു വെയിറ്റിംഗ് ഷെഡിന് കീഴിലാണ് എല്ലാവരും അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ തമ്പാനൂരേക്ക് എത്തി നിൽക്കുന്നത്. ഇവിടുന്ന് തമ്പാനൂർ വന്ന ശേഷം അവർക്ക് ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ കൂടി സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വയസ്സായ ആളുകളും കുട്ടികളും ഒക്കെ വരുമ്പോൾ വല്ലാതെ പാടുപെടുന്നുണ്ടല്ലോ എല്ലാവരും. തീർച്ചയായും ഏറ്റവും പ്രധാനമായി ആശങ്ക നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ എലിപ്പനിയുമായി ബന്ധപ്പെട്ട ആശങ്കയൊക്കെ നൽകിയത്. അപ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഇത്തരം വെള്ളക്കെട്ടുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മനുഷ്യർ നടക്കുന്ന റോഡിലൂടെ ഇത്രമാത്രം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ എങ്ങനെ മാറി നിൽക്കും? അവർക്ക് പോകേണ്ടിടത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ള ചോദ്യമാണുള്ളത്. കാരണം ജോലിക്ക് പോകേണ്ടതാണ്, 7:30 ജോലിക്ക് കയറണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ വെള്ളക്കെട്ടാണ്, ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന മനുഷ്യരൊന്നും അല്ല. അവർ ദിവസേന ജോലി ചെയ്ത് ആ വരുമാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയൊക്കെയാണ് നമ്മൾ പലതും കാണുന്നതും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി. ചേച്ചി, മഴ വലിയ പ്രശ്നമായില്ലേ? വലിയ പ്രശ്നമാണ്. ഈസ്റ്റ് ഫോർട്ട് മൊത്തം വെള്ളമാണ്. അവിടെ നിന്നാണോ വരുന്നത്? അതെ, എങ്ങനെ ആൾക്കാർക്ക് പോലും ഇറങ്ങുന്നത്. ഞാൻ ഇവിടെ തമ്പാനൂര് വന്ന് ഇറങ്ങി. ഒരു പുള്ളി ഈസ്റ്റ് ഫോർട്ട് വന്ന് ഇറങ്ങിയിട്ട് തിരികെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാ വരുന്നത്. ഓട്ടോ പിടിച്ച് വന്നു. വലിയ വെള്ളമാണ്, വലിയ വെള്ളക്കെട്ടാണ്. കാലിന്റെ മുട്ടേനെ കൊണ്ട് വെള്ളം. എങ്ങോട്ട് പോകാനാണ്? എനിക്ക് വഴുതക്കാട്.